ഹലോ മാഡം, 2-3 പാർട്ടി പ്രവർത്തകരെ മാഡത്തിനെ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയാം. ശരി മാഡം. മാഡം വരൂ. വരൂ, ഇരിക്കൂ. ഒരു സൗഹൃദ സംഭാഷണത്തിന് വന്നതല്ല. എങ്കിലും ഇരുന്ന് സംസാരിക്കാലോ. ഇരിക്കൂ. ഇനി പറഞ്ഞോളൂ, എന്താ കാര്യം? മാഡം, കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നിരിക്കുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറ, ജലജീവികളുടെ ആവാസ കേന്ദ്രം, അതാണ് മാഡം ആ കണ്ണീർത്തടങ്ങൾ. അവയുടെ നാശം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ നശിപ്പിക്കും. മഴക്കാലത്ത് അധികമായി വരുന്ന വെള്ളത്തെ മുഴുവനും ഒരു സ്പോഞ്ച് പോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വയലുകളും കായലോരങ്ങളും വെള്ളപ്പൊക്കം തടയാനുള്ള പ്രകൃതിയുടെ ഒരു പ്രതിരോധമാണ് മാഡം. ആ പ്രതിരോധത്തെ ഇപ്പോൾ കുറെ പണച്ചാക്കുകളുടെ മുന്നിൽ അടിയറവ് വച്ചിരിക്കുകയാണ്. കണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ക്ലാസ് കൊള്ളാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ ഇതിനെതിരെ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? മാഡം, അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട. ഒരു കാലത്ത് കേരളക്കരയ്ക്കാകെ അന്നം തന്നുകൊണ്ടിരുന്ന പാടമായിരുന്നു ചെറുവള്ളി പാടം. ഞങ്ങളുടെ മുത്തശ്ശിമാരും അവരുടെ അച്ഛനമ്മമാരും പകലന്തിയോളം ചോര നീരാക്കി പണിയെടുത്ത് പൊന്നു വിളയിച്ച പാടം. ആ പാടമാണ് ഒരു ദയാദാക്ഷിണ്യം കൂടാതെ ഈ വന്ന കണ്ടവരുത്തന്മാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നത്. മാഡം, ഒന്ന് മനസ്സിലാക്കണം. കാശുള്ളവന്റെ കൂടെ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ളത് വാങ്ങിച്ച് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാനാണ് മാഡം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹേയ് മിസ്റ്റർ, മാന്യമായിട്ട് സംസാരിക്കണം. ഇത് കളക്ടറേറ്റ് ആണ്. ഭീഷണിയായിട്ട് വന്നാൽ അറിയാലോ. എന്താ നിങ്ങളുടെ പ്രശ്നം? അത് പറയൂ. ചെറുവള്ളി പാടശേഖരം പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. തൊഴിൽ തർക്കവും കൃഷിനാശവും കാരണം കുറെ നാളുകളായി അവിടെ കൃഷി നടക്കുന്നില്ല. അവിടെ ഇപ്പോ ഒരു പ്രമാണി അയാളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് വയൽ നികത്തുന്നു. ചോദിച്ചപ്പോ പറയാണ് അയാൾക്ക് വയൽ നികത്താൻ മാഡമാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നതെന്ന്. ഞാനോ? മാഡം തന്നെയല്ലേ ഇവിടുത്തെ ജില്ലാ കളക്ടർ? ഇത് മാഡം ഒപ്പിട്ട പേപ്പർ തന്നെയാണ്, നോക്കണം. ഇതെന്റെ ഒപ്പ് തന്നെയാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു?